മഹാരാജ നമ്മുടെ വിജയ് സേതുപതിയുടെ ഏറ്റവും പുതിയ സിനിമ. ആദ്യം തന്നെ പറയാമല്ലോ, കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. സിനിമയുടെ ക്ലൈമാക്സ് കഴിയുമ്പം എന്താ പറയുക, നമ്മുടെ ചങ്കിനകത്ത് ഒരു കല്ല് കയറ്റി വെച്ചൊരു ഫീലാണ്. ഇതിന്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നേരത്തെ വന്നിട്ടുള്ള ഒരു സിനിമയുടെ ക്ലൈമാക്സുമായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് നമ്മൾ മലയാളികൾ ആ സിനിമ തിയേറ്ററിൽ വിജയിപ്പിച്ചില്ല. പിന്നെ OTT-യിലൊക്കെ വന്നപ്പോഴത്തേക്കും അതിഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നമ്മൾ പുകഴ്ത്തി. ആ സിനിമയുടെ ഒരു ഗതി എന്തായാലും ഈ സിനിമയ്ക്ക് വരാതിരിക്കട്ടെ. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ സാധാരണ മറ്റുള്ള വിജയ് സേതുപതി പടം പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനൊക്കെ ഉണ്ട്. ഇതിൽ ചിരിക്കാനുണ്ടെങ്കിൽ കൂടി അങ്ങനെ ഏച്ച് കെട്ടി കോമഡി കാര്യങ്ങളൊന്നുമല്ല. ഒരു സിറ്റുവേഷണൽ കോമഡി എന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഇന്റർവെൽ പഞ്ച് എന്ന് പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ആ ട്വിസ്റ്റ് ഒക്കെ കണ്ടിട്ട് പടം കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് തുടങ്ങും. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റ് വരും, ഒരു കഥയിലൊരു ട്വിസ്റ്റ് വരും. അത് നമ്മൾ കണ്ട് തീരുന്നതിന് മുമ്പ് അടുത്തൊരു ട്വിസ്റ്റ് വരും. ഈ ട്വിസ്റ്റൊക്കെ കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് വേറെ സംഭവം വരുന്നത്. നമ്മൾ മലയാളത്തിൽ വേറെ സിനിമ അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മളിൽ പലർക്കും അത് ഊഹിക്കാൻ പറ്റും. പക്ഷെ അതൊരു ഗംഭീര സംഭവമാണ്. തമിഴന്മാർക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെടും. മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിട്ട് കൂടി താങ്ങാൻ പറ്റിയില്ല, അമ്മാതിരി ക്ലൈമാക്സ് ആണ്. വിജയ് സേതുപതി പടത്തിൽ എന്താ പറയണ്ടേ, പുള്ളിക്കാരൻ എല്ലാ പടത്തിലും അറിയാമല്ലോ, ഏത് റോള് കൊടുത്താലും അതങ്ങോട്ട് നല്ല പുള്ളിയുടേതായ ലെവലുണ്ടല്ലോ, പുള്ളിയുടേതായ ആക്ടിങ് ഉണ്ടല്ലോ, ആ രീതിക്ക് അങ്ങോട്ട് കിടലിനാക്കി. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനകത്തെ വില്ലൻ നമ്മുടെ അനുരാഗ് കശ്യപ്. പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി വേറെ ലെവലാണ്. പുള്ളിക്കാരൻ്റെതായിട്ട് രീതി ഉണ്ടല്ലോ, സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കരയിച്ച് കളയും. ഇതിനു മുമ്പ് പുള്ളിക്കാരൻ നമ്മുടെ നയൻതാരയുടെ കൂടെ ഇമൈക നടികൾ എന്നും പറഞ്ഞിട്ടൊരു പടം ഉണ്ടല്ലോ, ആ പടത്തിനകത്ത് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് കുറെ കൂടി ഇന്റൻസ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള ക്ലൈമാക്സിലൊക്കെ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, കിടിലൻ. സാധാരണ തമിഴ് സിനിമയിൽ നായകൻ വരുന്നു, ഇടിക്കുന്നു, വില്ലനെ കൊല്ലുന്നു, വില്ലനെ അടിച്ചു കൂട്ടുന്നു, വില്ലൻ എന്തൊക്കെ ചെയ്താലും നായകൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റില്ല, അങ്ങനെ സംഭവങ്ങളാണ്. പക്ഷെ ഇതിനകത്തൊരു വില്ലൻ എന്ന് പറയുന്നത്, വില്ലൻ്റെ ആയിട്ടുള്ള ലൈഫുണ്ട്, വില്ലൻ്റെ കുടുംബമുണ്ട്, കാര്യങ്ങളുണ്ട്. ക്ലൈമാക്സിലോട്ടാകുമ്പോഴത്തേക്കും വില്ലന് നായകനേക്കാൾ കൂടുതൽ പ്രാധാന്യം എനിക്ക് ഫീൽ ചെയ്തു, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് വില്ലനോട് ഒരു സഹതാപവും എന്നാൽ അങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തോന്നും. ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറയുള്ളൂ. അമ്മാതിരി ഒരു സിനിമയാണ്. സിനിമയിൽ ഒന്നും മോശം പറയാനില്ല. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ ഫൈറ്റ്, ഇന്റർവെല്ലിന് മുമ്പായിട്ട് 2 ഫൈറ്റുകളുണ്ട്. ഒന്ന് ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പോലീസ് സ്റ്റേഷനകത്തൊരു സംഭവമുണ്ട്, അത് കിടലിനായിട്ടുണ്ട്. അതിനുശേഷം ഇന്റർവെല്ലിന് തൊട്ട് മുമ്പായിട്ടൊരു ഫൈറ്റ് ഉണ്ട്, സൂപ്പർ ഫൈറ്റ്. അതായത് വിജയ് സേതുപതിയുടെ ഇടി ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ആൾക്കാരെ ഇടിച്ച് പറത്തി വിടുന്നതല്ല, ഒരു നാച്ചുറൽ ഫൈറ്റ് ഉണ്ടല്ലോ, അത് കിടലിനായിട്ടുണ്ടായിരുന്നു. സിനിമയിൽ കുറച്ചധികം പോലീസുകാരുണ്ട്, അവരെല്ലാവരും അവരുടെ റോൾ തന്നെ കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പക്ഷേ എടുത്തു പറയേണ്ട റോളുള്ളത് ഒരു CI, SI ആണോ CI ആണോ, ഒരു പുള്ളിക്കാരനുണ്ട്, കുറച്ച് കൈക്കൂലിയൊക്കെ ആവുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ്റെ റോള് ക്ലൈമാക്സിലും മച്ചാൻ്റെ കുറച്ച് ഡയലോഗുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു രീതി പ്രതികരിക്കുന്ന ആലോചിക്കുമല്ലോ, ആ സംഭവം പുള്ളിക്കാരനോട് പറയുന്ന ക്ലൈമാക്സിൽ വിജയ് സേതുപതിയോട് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് മച്ചാൻ വേറെ ലെവലായിരുന്നു. പക്കാ നാച്ചുറൽ ആക്ടർ, ഒരു കിടിലൻ നടൻ. പടത്തിൻ്റെ സ്ക്രിപ്റ്റിലാണ് പടത്തിൻ്റെ കളി. നമ്മളെ 100% എൻഗേജ് ചെയ്യിക്കുന്ന, എൻ്റർടൈൻ ചെയ്യിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, കുറെ ട്വിസ്റ്റുകളുള്ള അതിഗംഭീര ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമ. ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു 100% ഒരു തിയേറ്ററിക്കൽ വാച്ചാണ്.